ഓട്ടിസവും ADHDയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഓട്ടിസം ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അതായത് കുട്ടിക്ക് നടക്കേണ്ടതായിട്ടുള്ള ഡെവലപ്മെന്റൽ പ്രോപ്പർ സമയത്ത് നടക്കാതിരിക്കുക. അത് മെയിനായിട്ട് സോഷ്യൽ ആൻഡ് ലാംഗ്വേജ് ഡൊമെയിൻസ് ഉണ്ട്. അതായത് കുട്ടി ഒരു സോഷ്യൽ ആയിട്ട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു സോഷ്യൽ സ്മൈല്, പിന്നെ മറ്റ് പാരൻസ് ആയിട്ട് ഇൻട്രാക്ഷൻസ്, പിയർ ഗ്രൂപ്പായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, ഇതിനെല്ലാം ഒരു ഡിലേ വരിക. അതിനോട് കൂടി തന്നെ കുട്ടിക്ക് സ്പീച്ച് ഡിലേ വരിക, കുട്ടി എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുക. മുന്നേ പറഞ്ഞ വീഡിയോകളിൽ ഞാൻ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഓട്ടിസം എന്ന് പറയുന്നത്. എന്നാൽ ADHDയിൽ ഒരു ഡെവലപ്മെന്റൽ ഡിലേ ഉണ്ടാവണമെന്നില്ല. കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ ഈ ADHDയുടെ ഫുൾ ഫോം തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അത് കുട്ടിക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുക, ഒരേ കാര്യം എസ്പെഷ്യലി അത് അമ്മമാർ കംപ്ലൈൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണ്. പഠിക്കാനിരിക്കുമ്പോഴൊന്നും ഇവർ ഒരു സ്ഥലത്ത് കുത്തിയിരിക്കില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, കുറച്ച് സമയത്തിന് കൂടുതൽ നേരം ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഒട്ടും അറ്റൻഷൻ. ഈ കണ്ടീഷനാണ് ADHD എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും രണ്ട് തരത്തിലാണ്. എന്നാൽ ഇത് രണ്ടും കമ്പൈൻഡ് ആയിട്ട് വരുന്ന അവസ്ഥകളുണ്ട്. ഒരേ കുട്ടിയിൽ തന്നെ ഓട്ടിസവും ADHDയും കമ്പൈൻഡ് ആയിട്ടും കാണാറുണ്ട്. സോ ഇതിൽ ഏതാണെന്ന് കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്യുക, അതിനുവേണ്ട കറക്റ്റ് മെഡിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് തെറാപ്പീസും ആൻഡ് പാരൻസിൻ്റെ ഫുള്ളി ഇൻവോൾവ്മെൻറ്റും കെയറും ഉണ്ടെങ്കിൽ തന്നെ ഈ ഓട്ടിസവും ADHDയും ഒരു പരിധി വരെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും.